ഇനി പറഞ്ഞ നേരാ മോളെ. ഉം. ഓട്ടോക്കാർ കാശ് കൊയ്യണ കാലമാണ്. നോക്കിയാൽ കാണുന്ന ദൂരത്ത് പോയാൽ പോലും ഉറപ്പിക്കാൻ 100-150 എണ്ണി വാങ്ങുന്നേ. എനക്കൊന്നും തിരിയുന്നില്ല. ഓട്ടോ ഓടിച്ച് എത്ര പേരെ കുശാലായിട്ട് ജീവിക്കണം. സജീവൻ ഓട്ടോ ഓടിക്കാൻ മടിയാ. അച്ഛന് മോളെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേങ്കിൽ എൻ്റെ സ്ഥിതി എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാമല്ലോ. എങ്ങനെ ഞാൻ എൻ്റെ രാജിയെ കല്യാണം കഴിപ്പിച്ചതെന്നും ഈ കുടുംബം പോറ്റുന്നതെന്നും എനക്കും ദൈവത്തിന് മാത്രം അറിയാം. മംഗലം കഴിഞ്ഞ പെൺകുട്ടി വീട്ടിൽ നിന്നാൽ നാട്ടുകാരെന്തേലും പറയും. ഞാൻ ഇന്ന് തന്നെ പോവച്ചാ. അവിടെ പോയിട്ട് എന്തെങ്കിലും ജോലി നോക്കും. പോവാ. ശരി മേരി ടീച്ചർ, ബൈ. ബൈ. നാളെ ഞാൻ വരില്ല മേരി ടീച്ചറെ, ലീവാ. കോടതി പോകണം. ഞങ്ങളുടെ ഡിവോഴ്സിൻ്റെ കേസില്ലേ, അതിൻ്റെ കാര്യത്തിന്. ഓ, അപ്പം നാളെ പോളും വരുമോ? ആ, വരുന്നുണ്ടോ ആർക്കറിയാം. എത്ര കാലം ഈ കോടതി കയറി ഇറങ്ങുന്നു. എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്തൂടെ? തീരുമ്പോൾ തീരട്ടെ. ഞാൻ എന്തായാലും തോറ്റു കൊടുക്കാൻ പോകുന്നില്ല. ടീച്ചർക്ക് അറിയാലോ, എത്ര കാലം ഇങ്ങനെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും അടിക്കുന്നത്. അടുത്തു മോളെ കരുതി ഞാൻ ഇത്രയും കാലം എല്ലാം ക്ഷമിച്ചത്. ഇനി എനിക്ക് വയ്യ ടീച്ചറെ. നമ്മൾ പെണ്ണുങ്ങളായി പോയില്ലേ? ഞാൻ എൻ്റെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. എന്തിനും ഇതിനും മെക്കിട്ട് തരാനുള്ളതല്ല പെണ്ണുങ്ങൾ. ആ ശരി ടീച്ചർ. ശരി. എന്താ രാധിക? ടീച്ചർ ഒന്ന് കാണണം, അത്യാവശ്യം. എന്താ ഇത്ര അത്യാവശ്യം? നാളെ ഞാൻ ലീവാ. നാളെ വൈകുന്നേരം വീട്ടിലേക്ക് വാ, ഒരു 5 മണിക്ക്. ആ ശരി. പോളും ഞാനും കുറേ കാലം പ്രേമിച്ച് കിടന്നതാ. പിന്നീടാ കല്യാണം കഴിച്ചത്. അധികം താമസിയാതെ മനസ്സിലായി, പ്രേമം പോലെ അല്ല ജീവിതം എന്ന്. നമ്മൾ പെണ്ണുങ്ങൾക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട്. തോറ്റു കൊടുക്കരുത്. ഇക്കാലത്തെ പെൺകുട്ടികൾക്ക് ഒരു വരുമാനം ഉള്ളത് നല്ലതാ. ഞാൻ BA പാസ്സായിട്ടുണ്ട് ടീച്ചർ. BA MA പാസ്സായ പെൺകുട്ടികൾ ഈടെല്ലാം പണിയെടുക്കുന്നത് സ്വർണ്ണക്കടയിലും തുണിക്കടയിലും ഒക്കെയാണ്. രാവിലെ മുതൽ രാത്രി വരെ പണി, എന്നിട്ട് മാസം കിട്ടുന്നതോ? എന്ത് പണിയെടുക്കാനും ഞാൻ തയ്യാറാ ടീച്ചർ. ശരിയാ, പക്ഷെങ്കിൽ എളുപ്പമല്ല എൻ്റെ കാര്യം. നമുക്ക് ശ്രമിക്കാം. ശരി ടീച്ചർ. രാധികെ, ഈ നിരീച്ച സജീവം മാറും. സജീവ, അതെ, നമ്മൾ നിരീച്ചാൽ എല്ലാം നേരെയാവും. നമുക്ക് കുറേശ്ശായി കടങ്ങളൊക്കെ വീട്ടാം. അതിനൊരു വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ട്രെയിനുകൾ കൂടുതൽ ഓടുന്നത് രാവിലെയാ. ഞാൻ പറയുന്ന കേക്ക്. പുലർച്ചെ 5 മണിക്ക് തെക്കുന്ന് മാവേലി വരും. 5:45 മലബാർ, അതിനിടയിൽ ആലപ്പി, പിന്നെ പരശു. അത് കഴിഞ്ഞിട്ടും കുറേ ട്രെയിനുകളുണ്ട്. നല്ല ദൂരത്തേക്ക് ഓട്ടവും കിട്ടും. പന്തക്കല്ലിലേക്കോ ഫ്രഞ്ച് പെട്ടിപ്പാലത്തിലേക്കോ രാവിലെ തന്നെ ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ 10-300 ഉറുപ്പ്യ കയ്യിൽ വരുന്നത്. അതുകൊണ്ട് നാളെ രാവിലെ തൊട്ടിട്ട് 4:30 കുളിച്ച് റെഡിയായി ഓട്ടോ എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. കേട്ടാ? 4:30? അതെ, 4:30. പല്ല് വെച്ച് കുളിച്ച് കട്ടൻ കാപ്പി കുടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. 8:30 മാംഗ്ലൂർ എക്സ്പ്രസ് പോയാൽ മാത്രം തിരിച്ചു വന്നാൽ മതി. ഞാൻ അലാറം വയ്ക്കാം. ഓട്ടം പോലില്ല. എണീക്ക് സജീവ, എണീക്ക്. എണീക്ക് സജീവ. ഞാൻ പോയി കട്ടൻ കാപ്പി ഇട്ട് വരാം. ഇപ്പൊ കിടന്നല്ലേ ഉള്ളൂ. ഇപ്പളാ 4 മണിയായി. എണീക്ക്.
എണീച്ചേ. റെഡി. ഒരു ഉളുപ്പില്ലാണ്ട് അടിച്ചോണ്ടിരിക്കും. സജീവ, എന്നെ ഒന്ന് തീവണ്ടി ഓഫീസിൽ ഇറക്കോ? കോഴിക്കോട് പാസഞ്ചർ ഇപ്പൊ വരും. അയ്യോ, എന്റെ ബാഗ് എടുത്തില്ല. ഓ, ഇല്ല, അറിയല്ലേ. പെട്ടെന്ന് പോവാ. ഓ, കരയില്ലേ. ഓ, സജീവ, ഒന്ന് വേഗം വിടോ. ട്രെയിൻ ഇപ്പൊ എത്തും. അയ്യോ, ടിക്കറ്റ് എടുത്തില്ല. വണ്ടി ഇപ്പൊ വരും. ഒന്ന് കുഞ്ഞിനെ പിടിക്കോ? ഞാൻ ഓടിപ്പോയി ടിക്കറ്റ് എടുക്കാം. ആ ബാഗും കൂടെ എടുത്തോ. അതെ, ചില്ലറയില്ല. നിന്നെ ഞാൻ പിന്നെ കാണുമ്പോ തരാം പൈസ. പോട്ടെ. കരയോണ്ടിരിക്കും മോളെ. ഇനി ഉറങ്ങിയില്ലായിരുന്ന? നീ എന്ത് സുന്ദരിയാ. എന്നോട് ദേഷ്യ? എന്നെ മംഗലം കഴിച്ചത് തെറ്റായിപ്പോയി എന്ന് എനക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ചോദിക്കണ്ടായിരുന്നു.
മിടിക്കുക. ഇത്ര വേഗം ഓട്ടോ ഓടിക്കാൻ പഠിച്ചല്ലോ. ഞാൻ ഇതുവരെ ഒരു സൈക്കിൾ പോലും ഓടിച്ചിട്ടില്ല. പഠിക്കേണ്ടി വന്നു. വേറെ മാർഗ്ഗമില്ലായിരുന്നു ടീച്ചർ. അപ്പോൾ ഇനി സ്ഥിരം ഓട്ടോ ഓടിക്കാനാണോ പ്ലാൻ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഒരു സ്ഥിര വരുമാനം വേണം. കടങ്ങളെല്ലാം കൊടുത്തു തീർക്കണം. മാഹിയിലെ ആദ്യത്തെ പെണ്ണോട്ടക്കാരി ഞാനായിരിക്കും. ഇനി എന്തായാലും ഓട്ടോ ഓടിക്കണം. ഓടിക്കണം ടീച്ചർ. അതിന് വേണ്ടിയിട്ടല്ലേ ലൈസൻസ് എടുത്തത്. ഹലോ, എന്താ? അമ്മേ, അമ്മേ, എന്തിനാ ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കണേ? അമ്മേ, ഓട്ടോ സ്റ്റാൻഡിൽ എന്തോ അടിപിടിയെന്ന്. ഇനി സജീവൻ അല്ലെങ്ങാനും ചെന്ന് ചാടും അമ്മേ. ഓ, ഓനെ അതിനൊന്നും കൊള്ളില്ല മോളെ. നിന്റെ ചങ്ങായിമാരല്ലേ അത്? എന്നിട്ടാ നീ നോക്കിക്കണേ? പോയി പിടിച്ചു മാറ്റണോ? ആ ഏട്ടാ, സജീവനെ പോലീസ് പിടിച്ചു. ഇങ്ങോട്ട് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് ചെല്ലേ. നിങ്ങളിവിടെ ഇല്ലേ? അവരോട് ഇല്ലാന്ന്. പെൻഷൻ മേടിക്കാൻ പോണ്ടിച്ചേരി പോയെന്ന്. ഈശ്വര, ഇനി ആരോ. അമ്മ, ഞാൻ സ്റ്റേഷനിൽ പോയി നോക്കിയിട്ട് വരാം. എന്താ ഓട്ടോറിക്ഷക്കാരെ പ്രശ്നം? മാഡം, അത് തലശ്ശേരിന്ന് ഇവിടെ വള്ളടിക്കാൻ വന്ന കുറച്ച് ആളുകളും പിന്നെ നമ്മുടെ ഓട്ടോറിക്ഷക്കാരും തമ്മിലുള്ള അടിപിടി കേസാണ്. ഓടിപ്പോയവരെ കിട്ടിയോ? ഇല്ല മാഡം, നോക്കുന്നുണ്ട്. അവർ പിടിക്കാൻ പോയിട്ടുണ്ട്. നോക്കുന്നുണ്ടെന്ന് പോലും. എന്തിനു കൊള്ളാടോ നിങ്ങളെയൊക്കെ? വായി നോക്കി നിൽക്കാതെ പോയി പിടിച്ചിട്ട് പാടോ. യെസ് സാർ. ആരാ? സർ, ഞാൻ ഓട്ടോക്കാരൻ സജീവന്റെ ഭാര്യയാണ്. പോയി എസ് ഐ മേഡത്തേക്കാണ്. ചോദിക്കേണ്ട പോലെ ചോദിക്കണോ? അത് ഞാൻ പറഞ്ഞു തരണോ? ഇന്റെ ആയി കൂക്കില്ലേ? യെസ് മാഡം. എന്താടി? നമസ്കാരം. ഞാൻ ഓട്ടോക്കാരൻ സജീവന്റെ ഭാര്യയാണ്. അതിന് സജീവൻ ഒരു പാവാണ് മാഡം. പാവമായിട്ട് എവിടെ നിന്ന് ഗുണ്ടായസം കാണിക്കുന്നേ? അത് ജാമ്യത്തിലിറക്കാൻ എന്തെങ്കിലും ഒരു വഴി. എന്താടി നിനക്കത്ര തിരക്ക്? മോന്തിക്ക് ഓനോട് കിടന്നാലേ ഉറക്കം വരൂ? ആ മാഡം, എടി പോടി എന്നെ വിളിക്കരുത്. എനിക്കൊരു പേരുണ്ട്. വിളിച്ചാ നീ എന്ത് ചെയ്യടി? നീ എന്നെ നോക്കി പേടിപ്പിക്ക. എന്റെ കൈ കൊണ്ടൊന്നും കിട്ടിയാലേ നീ ഇവിടെ കിടന്ന് മൂത്രം ഒഴിക്കും. പോയാ സജീവനെ വിളിക്ക. സർ. സജീവ വാ. ആ GD വിളിക്ക്. സർ. ഇങ്ങോട്ട് നീങ്ങി നിൽക്കടാ. നീയാണല്ലേ ഇവിടുത്തെ വലിയ ഗുണ്ട. ഞാൻ ഒന്നും ചെയ്യില്ല.
ആടെ കണ്ടോണ്ട് നിന്നിന്. കണ്ടോണ്ടിരിക്കുക ഇതെന്താ വേൾഡ് കപ്പോ? ഇടിച്ചു ഞാൻ നിന്റെ ചെല് ചെന്ന് അവിടെ നിൽക്കേ. സജീവ ആ ചാവി ഇങ്ങിതാ ഓട്ടോടെ. ഏ ചാവി മാഡം. ഓക്കോ എന്നെ ജാമ്യത്തിലെടുക്കണമെന്ന്. എന്താ വേണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്. ശരി മാഡം, വാ. ചെല്ല്. ഹലോ ടീച്ചർ. ടീച്ചർ, ഓട്ടോ സ്റ്റാൻഡിൽ അടിയായി. സജീവനെ പോലീസ് പിടിച്ചു. എനിക്ക് ജാമ്യത്തിൽ ഇറക്കണം, പക്ഷെ എന്ത് ചെയ്യണമെന്നറിയില്ല. ആ ശരി ടീച്ചർ, ഞാൻ അങ്ങോട്ട് വരാം. ആ ഇതൊരു ചെറിയ കാര്യമാണ്. ആ എസ് ഐ ഇത്തിരി കടുകട്ടിയ, അതുകൊണ്ടാണ് നമ്മളിത്ര ബുദ്ധിമുട്ടിയത്. ഇനി പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കണം. വാ. ഞാൻ കൊണ്ടുവിടാം ടീച്ചർ. വേണ്ട, ഇനി സ്റ്റേഷനിൽ ചെന്ന് സജീവനെ ഇറക്കിക്കൊണ്ട് വാ. ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് പോക്കോളാം. ഓക്കെ, ആ നമുക്ക് പോവാം. കയറിക്കോ. വാ, ചേട്ടാ പന്തക്കലിലേക്ക് പോവാം. ഓക്കെ. ഇടയ്ക്ക് ഇങ്ങനെ വല്ല അടിപിടി കേസ് ഉണ്ടായാലല്ലേ നിങ്ങൾ വക്കീലന്മാർക്കും എല്ലാം തടയും. സർ. ചെന്ന് നിന്റെ കെട്ടിയനെ വിളിച്ചോണ്ട് പോയിക്കോ. ഹണിമൂൺ ആഘോഷിക്കും. ആ ഓട്ടോറിക്ഷക്കാരൻ സജീവനെ ഇറക്കി വിട്. ശരി മാഡം. ഓക്കെ, താങ്ക്സ്. രാധിക, ഇനി ഈടെ ആണായിട്ട് ഞാനുണ്ട്. പിന്നെ ഈ എന്തിനാ ഓട്ടോ ഓടിക്കാൻ പോകുന്നു? നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. എനക്കതൊന്നും കേൾക്കാൻ പറ്റൂല. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടെന്നറിയാം ഓട്ടോ മേടിച്ച്? അതെനക്കറിയൂല. കഷ്ടപ്പെട്ട് ഓട്ടോ മേടിച്ചാൽ മാത്രം പോരാ, ഓടിച്ച് 4 പൈസ ഉണ്ടാക്കണം. ദിവ്യമോൾ എൻ്റെ സ്വന്തം, ഞാനത് ആർക്കും കൊടുക്കൂല. ആരും അത് മോഹിക്കാൻ വേണ്ട, എനിക്ക് തന്നെ ഓടിക്കണം. വെറുതെ വേണ്ടപ്പാ, വാടക തരാം. എനക്കെൻ്റെ ഓട്ടോ വേണം. തരാൻ മനസ്സില്ല. നിങ്ങൾ പോയിട്ട് കേസ് കൊടുക്കും. അല്ലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് നല്ല ശീലല്ലേ. ഇത് ഭാര്യ വരെ ചുട്ടിച്ചു നോക്കണം. ഇനി താക്കോലിങ്ങടുത്ത ഇനി കളിക്കാതെ താക്കോലിങ്ങെടുക്കാൻ തരില്ല. രാധിക, വെറുതെ തൊള്ള ഓർക്കണ്ട. ഈ നാടകിനി അമ്മനെ കെപ്പിക്കണം. ഓട്ട ഒന്നുമില്ലമ്മ. കഥ കിടച്ചേര്.
അമ്മ ഇച്ചിരി ഉപ്പുവെള്ളം എടുക്കോ? അമ്മ ഇതുവരെ ഓടി പൈസ അത് ഇനി എന്നെ വെച്ചാലും മോളെ. നിങ്ങൾ വെക്ക്, നമുക്ക് കുറേശ്ശെ കടങ്ങളൊക്കെ തീർക്കാം. ആ ഉച്ചയ്ക്ക് തന്നെ കഴിക്കണം, വിശന്നിരിക്കരുത്. ഇല്ല, പോട്ടെ. ഇനി എൻ്റെ ദിവ്യമോളം കൊണ്ട് എവിടെയും പോണ്ട. താഴെ ഇറങ്ങും. മാറിയിക്ക് സജീവ, എനിക്ക് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ സമയമായി. കുട്ടികളെ ഇന്നലെ വരെ ഞാനല്ല കൊണ്ടുപോയത്, എനക്കറിയാൻ കൊണ്ടുപോവാ. ഇറങ്ങിക്കോ. ഓരമ്മമാർ പറഞ്ഞ് ഞാൻ കൊണ്ടുപോയാൽ മതിയെന്ന്. ഈ ടീച്ചറുമായിട്ടുള്ള ബന്ധം എനക്കറിയേ കേട്ടാ. ടീച്ചറല്ലേ എനിക്ക് ലൈസൻസ് എല്ലാം ശരിയാക്കി തന്ന്. നിങ്ങളെ കൂട്ടി ഞാൻ കാണുന്നുണ്ടേ, എന്നെ പൊട്ടനാക്കല്ലേ. മാറി സജീവ. ഞാൻ മാറൂല. നിങ്ങൾ ഒരു ദിവസമെങ്കിലും കുട്ടികളെ സമയത്ത് സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ടോ? എല്ലാ ദിവസവും ലേറ്റ് ആയി ചെന്നതിന് എൽസി മോൾ എത്ര ദിവസം പുറത്ത് നിന്നിട്ടില്ലെന്ന് അറിയോ? അതല്ല നിങ്ങൾക്ക് എങ്ങനെ അറിയുന്നത്? ഓള് കരഞ്ഞിട്ടാ വീട്ടിൽ പോലെ. ഈ എന്ത് പറഞ്ഞാലും ഞാൻ മാറൂല. മാറി സജീവ. മാറൂലടി. അനക്ക് അങ്ങനെ പോണമെങ്കിൽ എൻ്റെ ദേഹത്തൂടെ വണ്ടി കയറ്റി കയർക്ക്. കാണുന്നു കറക്ക് കറക്ക്. ഓട്ടോ ആൻറ്റി എത്തിയോ? എൽസി, ദേ ഓട്ടോ ആൻറ്റി വന്നു. രാധിക നേരത്തെ എത്തിയോ? നേരത്തെ ഒന്നും അല്ല ടീച്ചർ, കുട്ടികളെ മുഴുവൻ കയറ്റി വരുമ്പോഴത്തേക്കും കറക്റ്റ് ടൈമാവും. ആന്റി ആന്റി ഇത് നോക്കിക്കേ, പുതിയ വാട്ടർ ബോട്ടിൽ. ഞാള് തലശ്ശേരിയിലെ ഡൗൺ ടൗൺ മോളിൽ പോയപ്പോ വാങ്ങിയതാ. അമ്പോ, അടിപൊളി. പോവാം. ശരി, ബൈ മമ്മി. ബൈ ബൈ. ഞാൻ കുട്ടികളുടെ അമ്മമാരോട് പറഞ്ഞു ഇനി സ്ഥിരം രാധിക വരാന്ന്. എല്ലാരും ഹാപ്പിയാ. സജീവ, നീ എവിടെയാ പോണേ? താലിബാനിലേക്ക്. എന്തിന്ന്? എല്ലാവർക്കും സ്വന്തം വണ്ടിയാണ്. ആരാത് കാണാനില്ലല്ലോ. ദിവ്യമോൾക്ക് ഇപ്പൊ ഓട്ടത്തോടെ ഓട്ടാ. മായിക്കാർക്ക് എല്ലാം ഇപ്പൊ പെണ്ണോട്ടോ മതി. നീ വെറുതെ പബ്ജി കളിച്ചിരിക്കാണ്ട് ഭാര്യ പോയി 2 വീശ്, എന്നിട്ട് പോയി റെസ്റ്റ് എടുക്ക്. അതിനൊന്നും ഓനക്കൊണ്ട് ആ കേറിക്കോ. ചെല്ല്. അവന് മൊബൈലൊന്നും കൊടുക്കല്ലേ, അവൻ പരിപ്പെടുക്കും അതിന്റെ. എന്നാ ശരി, കാണാം. ആ ശരി. നോക്കടാ, പോയി വാ. എങ്ങോട്ടാ? സ്റ്റേഷനിലേക്കാ. കയറിക്കോ കയറിക്കോ. നിർത്തി. എവിടെയാ പോണ്ടേ? അത് പിന്നെ ചോദിക്കാറുണ്ടോ? റീജൻ ബാറിൽ കേറിക്കോ. ഈടെയും പെണ്ണുങ്ങൾ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയ എന്താ പെണ്ണുങ്ങൾ ഓട്ടോ ഓടിച്ചാ? എന്നും വൈകിട്ട് പരിമളം ഭാഗവതിയെ തൊഴുത് റീജന്റ് ബാർക്ക് 2 വീശിയില്ലെങ്കിൽ മനസ്സിന് ഒരു സുഖവും ഇല്ല. കിടന്നാ ഉറക്കം വരില്ല. ആ എന്ത് വേണം? 40 ഉറുപ്പ്യ. 40 ഉറുപ്പ്യ? ഞാൻ നിങ്ങളുടെ ആട്ടോ ഓടിച്ച ദുബായി. നിങ്ങൾ പൈസ എടുക്ക്, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. പരിമളത്ത് നേടത്തേക്ക് വരാൻ ഞാൻ സാധാരണ കൊടുക്കുന്ന 25 ഉറുപ്പ്യാണ്. ഓ, പെണ്ണോട്ടോക്ക് സ്പെഷ്യൽ റേറ്റ് ആയിരിക്കും. ആ, പെണ്ണുങ്ങ പറയുന്ന പൈസ കൊടുക്കാൻ ഇവിടെ കുറെ കോന്തന്മാരും ഉണ്ടല്ലോ. ഇതാ പിടിച്ചോ ഇതിന്റെ പൈസ. ഞാനും എന്റെ കുടുംബവും ഈടെ അന്തസ്സായിട്ടാണ് ജീവിക്കുന്നത്. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായേ? ഈ ഫ്രഞ്ച് ബസ് ആരാത്ത ഓടെ വിചാരം?
താ ബൽഫി. മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതി പറയണ്ടേ ഏട്ടാ. ഹോ, നിങ്ങളും നിങ്ങളുടെ ഒടുക്കത്തെ ഒരു ബ്രെഞ്ചും. കാക്കി കുപ്പായോ വിട്ട് കണ്ട കണ്ടതിനെ അലകൂടനെ ഓട്ടോയിൽ കയറ്റി പോവുക. തറവാട്ടിൽ പിറന്ന പെൺകുട്ടികൾക്ക് പറ്റിയ പണിയാണോ ഇത്? ഉളുപ്പില്ലാത്ത പെണ്ണ്. മോഴേ ഓ നാണക്കേട്. ഓ, അതാ ഇപ്പൊ കാര്യം. ഓട്ടോ ഓടിക്കുന്ന അത്ര അന്തസ്സില്ലാത്ത പണിയൊന്നുമല്ല. നിങ്ങൾ ഫ്രാൻസിൽ ജീവിച്ച ആളാ, എന്നിട്ടാ ഇങ്ങനെയൊക്കെ പറയണേ? എങ്കിൽ ഓളോട് പോയി തീവണ്ടി കുടിക്കാൻ പറയും, ഇല്ലെങ്കിൽ വിമാനം പറപ്പിക്കട്ടെ. കണ്ണൂരും കോഴിക്കോടും ഒക്കെ പെണ്ണുങ്ങൾ ഓട്ടോ ഓടിക്കണില്ലേ? എന്തേ, അവരൊക്കെ മോശക്കാരാ? നിങ്ങളുടെ ഫ്രാൻസിലെ പെണ്ണുങ്ങൾ ബസ്സും ലോറി ഓടിക്കണില്ലേ? ഫ്രാൻസിലെ പെണ്ണുങ്ങളൊക്കെ തുള്ളിച്ചളാ. ഈ ഉപ്പ് ഓടെ കൂടി പ്രസംഗിക്കാൻ പഠിച്ചു. സേപ്പാ പൊസിബിൾ. സജീവനേടെ? ഓ, ഓടുറങ്ങുകയായിരിക്കും. എടാ സജീവ. സജീവ, ഒന്നിങ്ങി എന്നിട്ട് വാ. നിന്റെ അമ്മാവൻ വന്നിനെ. ഇങ്ങ് വാടാ. ഈ ഇങ്ങനെ 24 മണിക്കൂർ കിടന്ന് തുടങ്ങിയ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ എങ്ങനെ അറിയും? ഈ എന്തിനാ ഓക്ക് വണ്ടി കൊടുത്തത്? കൊടുത്തല്ല, ഓളെടുത്തോണ്ട് പോയതല്ല. ഇന്റെ സമ്മതമില്ലാതെ ഓൾ ഓട്ടോ എടുത്തോണ്ട് പോകുമോ? നാണോമാനോ ഓട്ടോ നിനക്ക്? ആണുങ്ങളായ ഇച്ചിരി ചുട വേണം. എടാ, നീ ഓട്ടോ ഓടിക്ക്. ഓടിച്ച് പൈസ ഉണ്ടാക്കി ഓൾക്ക് കാണിച്ചു കൊടുക്കും. അതിന് ഓട്ടോ വേണ്ടേ? നീ ഒരു ഓട്ടോ മേടിക്ക്. സൈക്കിള് മേടിക്കാൻ പോലും കാശില്ല. പിന്നെ ഞാൻ എന്നാ ഇച്ചിരി. നീ ഇടയ്ക്കാ പോണേ? അമ്മാവൻ പറയണ കേക്ക്. എടാ മണ്ട, എല്ലാരും ഓടിക്കേണ്ട സ്വന്തം ഓട്ടോ ആണോ? നീ ഒരു ഓട്ടോ കൂലിക്കെടുക്ക്. ഓ അല്ല സേത്തും. എനക്ക് നല്ല കട ഉണ്ടെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇനി കടം ചോദിക്കാൻ അമ്പഞ്ഞേ ഉള്ളൂ. അവന്റെ നമ്പർ. ഓ, ഒരു മോനെ, ഒന്നും അറിയാത്ത ചെറിയ കുട്ടി. ഓനെ മടിയിലിരുത്തി കുറച്ച് പോലെ കൊടുക്ക്. വേണേ കൊടുക്കും. അവൻ എന്റെ മോനാ. ആണും പെണ്ണുമായിട്ട് എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. തുടങ്ങി. പിന്നെ മോനെ പുന്നാരിക്കാൻ സേത്താ ഫോത്ത്. നീ ഓനെ ലാളിച്ച് ഒന്നിനും കൊള്ളാത്തവരാക്കി. ഇങ്ങളായി ഇങ്ങടെ പാടായി. ഞാൻ പോവുക. പോവല്ലേ ഏട്ടാ, നിങ്ങൾ തന്നെ അവനൊരു വഴി പറഞ്ഞു കൊടുക്ക്. നിങ്ങളിരിക്കുക, ഞാൻ ചായ എടുക്കാം. എല്ലാത്തിനും എന്നെ കുറ്റം പറയുന്നു. എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയത് എൻ്റെ കുറ്റ. ബ്ലൈഡ് കിട്ടാൻ വീട്ടിൽ വന്ന് വായി തോന്നിയത് പറഞ്ഞതും എനിക്ക് ഓട്ടം കിട്ടാത്തതൊക്കെ എൻ്റെ കുറ്റ. ഞാൻ ഒരു കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഓളെ മംഗലം കഴിച്ചത്. ഈ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മംഗലം കഴിച്ചാലെങ്കിൽ ഈ നന്നാവുന്ന ഞാൻ തിരിച്ചത്. ഒരു പരിചയമില്ലാത്തതിൻ്റെ കൂടെ മോളെ മംഗലം കഴിച്ചു വിടുമ്പോൾ ആ കുമാരൻ വൈശ്യരുടെ മനസ്സിലെ പ്രാർത്ഥന എന്താണെന്നറിയോ? ഓൾ ഉണ്ടുകൊടുത്തും സുഖമായിട്ട് കയ്യിൽ കാണാൻ. എന്നിട്ട് എന്താ ഓള് തുണി കൊടുക്കാതെ നടക്കുന്നത്? ആനക്കൊന്നും മനസ്സിലാവില്ല. ഇനി പോത്താ. ഓളല്ലേ എൻ്റെ ഓട്ടോ ഓടിച്ച് കടന്ന് ഇന്നെ അപമാനിക്കുന്നത്. എന്നിട്ട് ഓള് വമ്പത്തി, ഞാൻ പോത്ത്. ഈ ഒരു ഓട്ടോ ഓടിക്ക്. എൻ്റെ ഫ്രഞ്ചമ്മാവൻ പറഞ്ഞ പോലെ കൂലിക്കൊരു ഓട്ടോ എടുക്ക്. ബാക്കിയെങ്കിൽ എൻ്റെ ഉറക്കം തൂങ്ങിയാൽ ഏർപ്പാടൊന്നും നടക്കില്ല. പണിയെടുക്കണം, രാത്രിയൊന്നും പകലൊന്നും ഇല്ലാണ്ട്. ഞാൻ എന്തുവേണോ ചെയ്യാം. ഈ കൂലിക്കൊരു ഓട്ടോ ഏർപ്പാടാക്കിത്താ. കാശുണ്ടാക്കി ഓൾക്ക് കാണിച്ചു കൊടുക്കണം. എന്നെ തോൽപ്പിക്കാൻ പറ്റൂല. അങ്ങനെ വാശി ഉണ്ടാവണം ജീവിതമായാലും. ഈ ഓട്ടോ വാടകയ്ക്ക് കൊടുക്കണ കുരിശോണിനെ അറിയോ? എനക്കൊരു കുരിശിനെ അറിയില്ല. നമ്മുടെ ബാലനറിയാം. ഓം വിചാരിച്ച് നടക്കും. ഈ ആ ബാലനെ കൂട്ടി പോയി കുരിശോണിനെ ഒന്ന് കാണാം. ഇനി എങ്ങനെയായാലും ഓട്ടോ എനിക്ക് സെറ്റാക്കി തരണം. നീ ധൈര്യമായിട്ടിരിക്കടോ, ഞാൻ ശരിയാക്കി തരാം. ഞാൻ പറയുന്ന അപ്പുറം ഇല്ലാന്ന്. വീട് അടച്ചെടുക്കാമോ? ഇനി കുരിശുണ്ടാവോ? ഇവാ നോക്കാം. കുരിശല്ല, ഇനി മുതലാളിന്ന് വിളിക്ക്. മുതലാളി ബെല്ലടിക്ക്. നമസ്കാരം മുതലാളി. എന്താ വന്ന്? ഞാൻ ഇവിടുത്തെ ഓട്ടോക്കാരൻ ബാലനാ. ഈ ബാലനോ കീലനോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. എന്താ വന്നത് അത് പറ. ഇത് സജീവൻ, എൻ്റെ ചങ്ങായി. ഇവൻ്റെ കാര്യത്തിനാ വന്നേ. എന്ത് കാര്യം? ഇവനൊരു ഓട്ടോ വേണം. സജീവൻ മാഗി സ്റ്റാൻഡിലെ ഓട്ടോക്കാരനാ. ഇവൻ്റെ ഓട്ടോ ഈ പഴയ മുതലാളി വിറ്റു. അതിന് ഇപ്പോൾ ഒരു മുതലാളി ഇവനെ ഒന്ന് സഹായിക്കണം. വയറ്റിപ്പഴപ്പിൻ്റെ കാര്യമാണ്. തരാം. ഈ ഗ്യാരണ്ടി നിൽക്കോ? ഞാൻ 100% ഗ്യാരണ്ടി നിൽക്കാം. കാര്യങ്ങൾ കൃത്യമായിരിക്കണം. ദിവസ വാടക 400 റുപ്യ. ഓടിയാലും ഓടിയില്ലെങ്കിലും എനക്കത് കിട്ടിയിരിക്കണം. എനക്കത് കിട്ടിയിരിക്കണം. വാടക ഇച്ചിരി കുറച്ചുകൂടെ, ഒരു 300. ഒരു കാശ് കുറയ്ക്കൂല. ഓട്ടോ ഒന്ന് പച്ച പിടിച്ചാൽ കൂട്ടിത്തരാം. ദിവസ വാടക 400 റുപ്യ. ഒരു ചില്ലി കാശ് കുറയ്ക്കൂല. സമ്മതം അല്ലെങ്കിൽ ഇറങ്ങിപ്പോക്കോ. അത് അല്ല, സമ്മതമാണ്. എന്നാ 2 എണ്ണം ബാക്കിയുണ്ട്. മയ്യഴി മാതാവും വളവിൽ ഭഗവതിയും. ഏതാ വേണ്ടത്? ഏതാ ഓടണത്?
രണ്ടും ഓടും. മയ്യഴി മാതാവ് മതി. എന്നാ നാളെ വന്ന് മയ്യഴി മാധവനെ കൊണ്ടുപോയിക്കോ. 2 ദിവസത്തെ അഡ്വാൻസ്. ആ മയ്യഴി മാതാവെ വാടക കൃത്യമായി കിട്ടണേ. സജീവം വന്നല്ലോ, എല്ലാവരും ഒന്ന് കൈയടിച്ചേ. അടിപൊളി, എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല, സൂപ്പർ. ഞാൻ ആദ്യം കഴിക്കാം. നീ എല്ലാവർക്കും കൊടുത്തേക്ക്. എല്ലാവരും എടുത്തോളൂ. മയ്യഴി മാതാവിന്റെ ചെലവാണ്, എടുത്തോ. എനിക്ക് 2 ദിവ്യമോളും മയ്യഴി മാധവും ഇനി മാഹിയുടെ മത്സരിച്ചോടും. നല്ലതാ. ഞാൻ ആരോടും മത്സരിക്കാനില്ലപ്പാ. ഒരോട്ടം പോണല്ലോ. ചേട്ടാ ഇത് കേൾക്കും. ഓന്റെ കന്നി ഓട്ടോ കൈ നീട്ടൻ ചേട്ടന്റെ വക ആയിക്കോട്ടെ. ഏട്ടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഓന്റെ ഒരു കന്യോട്ടും ഇല്ല. ചേട്ടാ ഏട്ടാ നിങ്ങൾ വാ. ഇവിടെ ചില നിയമങ്ങളുണ്ട്. മുന്നിൽ നിൽക്കുന്ന ഓട്ടോ ആദ്യം പോണ്ട്. നിങ്ങൾ കേറിക്കോ. കേറിക്കോ. എനിക്കിപ്പോ മുമ്പിലായാലും ബാക്കിലായാലും ഏതിലായാലും പോയാ കന്നിയോട്ടല്ലേ ചേട്ടാ. അവൻ വാ ചേട്ടാ. കേറിക്കോട്ടാ. നിങ്ങൾ കേറിക്കോ. ഇങ്ങനെ വാശി പിടിക്കാതെ അധികേ ഓനും ഓടട്ടെ. കന്നിയോട്ടോ അങ്ങനെ പോയി പോയാട്ടെ. നേരെ നോക്കി തന്നെ പോയാട്ടെ. ഓട്ട സജീവ, നീ വണ്ടി കയറ്റി ലൈനിലിട്. ചിലരെയൊക്കെ വിചാരം ഞാൻ തോറ്റു തൊപ്പിയിട്ടു എന്നാ. അങ്ങനെ തോക്കുന്നവനല്ലമ്മേ ഈ സജീവൻ. ദിവ്യമോള് നാട് മുഴുവൻ വിലസി നടക്കുന്നുണ്ട്. ചിലർക്കൊക്കെ അസൂയാമ്മ. ഇനി മയ്യഴി മാതാവുമായിട്ട് വിലസാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ കാണാൻ ചിലരുടെയൊക്കെ അസൂയ. വിലസി നടക്കുമെന്ന് അറിയില്ല. ഇനി മയ്യഴി മാതാവിന്റെ മടിയിലായിരിക്കും റെസ്റ്റ് എടുക്കാൻ പോകുന്നത്. മയ്യഴി മാതാവിന്റെ മടിയിലാണോ മാതാവിനെ കെട്ടിപ്പിടിച്ചാണോ കിടക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. അതിന് മറ്റുള്ളവർക്ക് എന്താ ചെയ്തോ അമ്മേ? അമ്മ, പുരുഷ ജോണിക്ക് ദിവസം 400 രൂപ കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ അയാൾ ഗുണ്ടകളയച്ച് മാതാവിനെ പൊക്കിയെടുത്ത് കൊണ്ടുപോകും. നമുക്കത് ഉടനെ കാണാം. ഈശ്വര, എനിക്കൊന്നും തെറ്റിയുന്നില്ല. ആ പിന്നെ ഒരു കാര്യമ്മ, കുരിശ് ജോണിക്ക് പൈസ കൊടുക്കാൻ വേണ്ടി കെഞ്ചിക്കൊണ്ട് എൻ്റെ അടുത്താരും വരണ്ട. ഞാനൊരു ചില്ലി കാശ് കൊടുക്കൂല. ഇതാമ്മ. അമ്മ ഒന്ന് വഴിന്ന് മാറാവോ? എപ്പോ വാമ്മ. കോപ്പാലത്തേക്കൊന്ന് പോണം. കരുകളി. സജീവനെ ഇന്ന് കണ്ടില്ലല്ലോ. ആ കുരിശു ജോണിയുടെ ഓട്ടോ ഏർപ്പാടാക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഓൻ വാടക കൃത്യമായി കൊടുക്കുമെന്ന്. പണ്ടത്തെ ഓൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പക്ഷേ ഇതുവരെ ഒരു ദിവസം പോലും ഓൻ വാടക മുടക്കിയിട്ടില്ല കേട്ടോ. ഓടി കിട്ടുന്നതിൻ്റെ ബാക്കി പൈസ കൃത്യമായിട്ട് അമ്മ കൊണ്ടു കൊടുക്കും. പൈസ ഉണ്ടാക്കണമെന്ന ഒരു വാശിയായി ഇപ്പം. പുലർച്ചെ തന്നെ ഓട്ടോ എടുത്ത് പോകും. അത് തന്നെ നല്ല കാര്യം. ഇതാ വരുന്നുണ്ട്. എങ്ങോട്ടാ? ഇനി ഇതൊരു ഓട്ടം പോയില്ലേ? ഒരു തുണ്ടോടി. നീ എനക്കിന്ന് ഓട്ടം മോശ. പോട്ടെ പോട്ടെ. നീ എന്താ ഇത്ര വൈകിയേ? മണി 10 കഴിഞ്ഞ്. ഞാൻ ഓട്ടം നിർത്തി വീട്ടിലേക്ക് വരുമ്പോൾ തലശ്ശേരിയിലേക്ക് ഒരു ഓട്ടം കിട്ടി. അത് കഴിഞ്ഞ് വന്നപ്പോൾ മേനപ്പുറത്തേക്ക്. രാത്രി ലേറ്റ് ആയിട്ട് ഓടി ഇരട്ടി പൈസ കിട്ടുമ്മ. ഇനി ഒന്ന് ചാർജ് ഊത്തി. നീ ഇരിക്കേ, ഞാൻ ചോറെടുക്കാം. എനക്ക് വിശപ്പില്ല. തലശ്ശേരിന്ന് നല്ല പൊറോട്ടം ചിക്കനും കഴിച്ചിട്ടുണ്ടാവും. കൈമ ഇപ്പം നല്ല പൈസയല്ലേ. അമ്മേ അമ്മേ, ഇതേ 1500 ഉറുപ്പ്യുണ്ട്. ആ ബ്ലൈഡ് കിട്ടുന്ന കൊടുത്തേക്ക്. അതിന്റെ പലിശ അത് മുഴുവനും ഓള് കൊടുത്തല്ല. നീ ആ ബാങ്കിലെ പൈസ അടച്ചു തീർക്കാൻ നോക്ക്. ആ പലിശ ഓള് കൊടുത്തിട്ടുണ്ട്. അമ്മേ, അടുത്ത മാസം നമുക്കൊരു ഫ്രിഡ്ജ് വാങ്ങണം. ഇപ്പൊ കുറച്ച് പൈസ കൊടുത്തിട്ട് ബാക്കി ഇൻസ്റ്റാൾമെന്റിൽ കൊടുത്താൽ മതി. ഫ്രിഡ്ജൊക്കെ പിന്നെ വാങ്ങാം മോളെ. മോള് കാശുണ്ടാക്കി സ്വന്തമായിട്ടൊരു ഓട്ടോ വാങ്ങാൻ നോക്ക്. എനക്കെന്തിനാ വേറെ ഓട്ടോ? എനക്ക് എന്റെ ദിവ്യമോളില്ലേ? അത് ഓൻ്റെ അല്ലേ. ഓനിപ്പോ കൂലിക്കല്ലേ കൂടണേ. ദിവ്യമോള് ഞാൻ ആർക്കും കൊടുക്കൂല. ആവശ്യമുള്ളൊരു വേറെ ഓട്ടോ വാങ്ങട്ടെ.
അമ്മ ഇച്ചിരി ചൂടുള്ള വേണ്ട. ഹലോ ടീച്ചർ. ആ നാളെ രാവിലെയോ? ആ ഞാൻ വരാം. ശരി ടീച്ചർ. മമ്മി പപ്പ പപ്പ എൽസി വന്നിങ്ങോട്ട്. മമ്മി വരാനല്ലേ പറഞ്ഞെ? മമ്മി മമ്മി എനിക്ക് പപ്പയുടെ അടുത്ത് വേണ്ട, പോണം. പപ്പയെ കാണണ്ട. വാ ഇങ്ങോട്ട്. എനിക്ക് പോണം. വേണ്ട എനിക്ക് പോണം. വേണ്ടെന്നല്ലേ പറഞ്ഞത്? വാ ഇങ്ങോട്ട്. ഓട്ടോ ആന്റി, ഞാൻ എന്റെ പപ്പയെ കണ്ടു. മമ്മി മിണ്ടാൻ സമ്മതിച്ചില്ല. കണ്ട ഏടാ? ആടെ പള്ളിയിലുണ്ട്. പപ്പ മോളോടൊന്നും മിണ്ടിയില്ലേ? എൽസി കേറ്. മമ്മി ഈ വണ്ടി എടുക്ക. തിരക്കില്ലെങ്കിൽ വാ കേറിട്ട് പോ. എനിക്ക് എന്ത് തിരക്കാ ടീച്ചറെ? മോള് പോയി ഡ്രസ്സ് മാറിട്ട് വാ. ചെല്ല്. ഇരിക്കും, ഞാൻ ചായ എടുക്കാം. വേണ്ട ടീച്ചർ, ചായ ഒന്നും വേണ്ട. കെറ്റിലുണ്ട്, ഞാൻ എടുക്കാം. മോക്ക് നല്ല വിഷമായി. കുറേ നാളിന് ശേഷം ഓള് പപ്പയെ കാണുന്നത്. മോളെ പപ്പേൻ്റെ അടുത്തേക്ക് വിടായിരുന്നു. അങ്ങനെ ഒരു സെൻറ്റിമെൻസിൻ്റെ ആവശ്യമില്ല. എല്ലാം അവസാനിക്കാറായില്ലേ? ഒന്നുകൂടെ ആലോചിച്ചൂടെ എല്ലാം അവസാനിപ്പിക്കുന്നതിന് മുന്നേ? ഇനി എന്താ ആലോചിക്കാൻ? 2 മാസം കൂടി കഴിഞ്ഞാൽ ഡിവോഴ്സ് അനുവദിച്ചു കിട്ടും. അകലാൻ എളുപ്പാ ടീച്ചർ. നീ എന്തിനാ കട്ടിൽ കിടക്കുന്നത്? എനിക്ക് ഉറക്കം വന്നിട്ട്. ഇന്നലെ വരെ നീ താഴെയല്ല കിടന്നത്, ഇനി താഴെ കിടന്നാൽ മതി. എണീക്ക്. നിങ്ങൾ ഇവിടെ വന്ന് കിടക്ക്, എനിക്ക് ഉറക്കം വരുന്നു. നിന്റെ അടുത്ത് ഞാൻ കിടക്കൂല. എന്നാ വേണ്ട.
മിനിറ്റ് എണീറ്റേ. എണീക്ക്. നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. നിങ്ങൾ ആരെ മുന്നിലും തോക്കരുതെന്നേ എനിക്കുള്ളൂ. ടീച്ചർ ടീച്ചർ ഹായ് ആന്റി. ആഹാ ഇത് എന്താ പുതിയ കുപ്പായിലിട്ട് സുന്ദരിയായിട്ട്? ഇന്ന് യൂണിഫോം ഇല്ലേ? ഈ ആന്റിക്ക് ഒന്നും അറിയില്ല. ഇന്നെന്റെ ബർത്ത്ഡേ ആ. അമ്പോ. ബർത്ത്ഡേക്ക് ആരെങ്കിലും യൂണിഫോം ഇടോ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പോവാം. ആ പോട്ടെ ടീച്ചർ. വാ. എല്ലാവർക്കും ചോക്ലേറ്റ്സ് കൊടുക്കണേ. ഓട്ടോ ആൻറ്റിക്ക് ആദ്യം കൊടുക്കാം. ബൈ മമ്മി. ബൈ. പോട്ടെ ടീച്ചർ. ടാറ്റാ. ടാറ്റാ. പോവാം. ബൈ. ബൈ. ഒന്ന് സ്പീഡിൽ പോ ആന്റി. ഈ ചോക്ലേറ്റ് എന്റെ ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സിനും കൊടുക്കാനുള്ളതാ. ആദ്യത്തെ ചോക്ലേറ്റ് ആന്റിക്ക്.